നമസ്കാരം. ബ്രദേഴ്സ് ട്യൂഷൻ സെന്ററിന്റെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രിയിൽ ആകെ 7 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്ന് ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. ആ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ആറ്റം എന്താണെന്നും ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാണെന്നും ഇലക്ട്രോൺ വിന്യാസം, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഇലക്ട്രോൺ വിന്യാസം എന്താണെന്നും ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് ആറ്റം എന്താണെന്ന് പറയാം. ആറ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ കണിക, ഒരു മൂലകത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാളും ചെറിയ കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയുണ്ട്. ഏണസ്റ്റ് റുദർഫോർഡ് എന്നുള്ള സയന്റിസ്റ്റാണ് എന്ത് കണ്ടെത്തിയത്? പ്രോട്ടോൺ കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞു പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കണമാണ് എന്ത്? പ്രോട്ടോൺ. ജെ തോംസൺ ഇലക്ട്രോണിനെ കണ്ടെത്തുകയും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് എന്ന് പറയുകയും ചെയ്തു. ആറ്റത്തിലെ മൂന്നാമത്തെ കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത ഒരു കണമാണ്. ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം തുല്യമായി. അങ്ങനെ നോക്കുമ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യം. പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായി വരുമ്പോൾ രണ്ടും തുല്യമായിട്ട് വരും. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ആറ്റം ബേസിക്കലി ന്യൂട്രൽ ആയിരിക്കും. ആറ്റത്തിന് നോർമലി എന്ത് കാണത്തില്ല? ചാർജ് കാണത്തില്ല. ആറ്റത്തിന് എപ്പോൾ ചാർജ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഒരു ആറ്റത്തിന് ചാർജ് കിട്ടുന്നത്. അങ്ങനെയുള്ള ആറ്റത്തെ നമ്മൾ അയോണുകൾ എന്ന് പറയും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഇനി എവിടെയാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്? ആറ്റത്തിന് ഇവ കൂടാതെ ഒരു കേന്ദ്ര ഭാഗം കൂടിയുണ്ട്. ആ കേന്ദ്ര ഭാഗത്തെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസിനുള്ളിലാണ് ആറ്റത്തിലെ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആറ്റത്തിന്റെ ഒരു ബേസ് മോഡലാണ് വരച്ചിരിക്കുന്നത്. ആറ്റം മോഡൽ നമ്മൾ വരയ്ക്കുന്നത് ബോർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. നീൽസ് ബോറിന്റെ മോഡലാണ് നമ്മൾ എപ്പോഴും വരയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഭാഗമായ ന്യൂക്ലിയസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെന്റർ ഭാഗത്തായിട്ടുള്ള ഇത് പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ ഞാൻ Pn എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് P എന്ന് വെച്ചാൽ പ്രോട്ടോണും N എന്ന് വെച്ചാൽ ന്യൂട്രോണും. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം നമ്മൾ എഴുതുന്നത് ന്യൂക്ലിയസിന് ഉള്ളിലായിട്ടായിരിക്കും. ഇതിന്റെ ചുറ്റാകെ കാണപ്പെടുന്ന, ന്യൂക്ലിയസിന് ചുറ്റാകെ കാണപ്പെടുന്നവയെ നമ്മൾ ഷെല്ലുകൾ എന്നാണ് പറയുന്നത്, അഥവാ ഓർബിറ്റ്. ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് പറയും. ഇവയിലാണ് നമ്മുടെ മൂന്നാമത്തെ കണമായ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലുകളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നു. അങ്ങനെ വിന്യസിച്ചിരിക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ ഉണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നു. ഇത്തരത്തിൽ ഇലക്ട്രോണുകളുടെ വിന്യാസമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഷെല്ല്, ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ലിന്റെ പേരാണ് കെ ഷെൽ. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ ഷെൽ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കാം. കെയിൽ മാക്സിമം 2 ഇലക്ട്രോണുകളാണ് കൊള്ളുന്നത്. എല്ലിൽ അത് 8 ഇലക്ട്രോൺസ് വരെ ആകാം. എമ്മിൽ 18 എണ്ണം ഉൾക്കൊള്ളുന്നു. എന്നിൽ 32 ഇലക്ട്രോൺസ് പോലെ ഉൾക്കൊള്ളുന്നു. നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇലക്ട്രോണിനെ വരച്ചു നോക്കാം. കെയിൽ ഇതാ 2 ഇലക്ട്രോണിനെ ഞാൻ വരയ്ക്കുന്നു. ഈ 2 ഇലക്ട്രോണിനപ്പുറം ഈ ഷെല്ലിൽ കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ദാ ഈ ഷെല്ലിലേക്ക് പോകും, എൽ ഷെല്ലിലേക്ക് പോകും. അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഏകദേശം 8 ഇലക്ട്രോണുകൾ വരെ ഫില്ലാകും. ഏകദേശമല്ല, ഇതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരെ കൊള്ളും? 8 ഇലക്ട്രോൺസ് വരെ ഉൾക്കൊള്ളുന്നു.
8 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 8 10 ഇലക്ട്രോൺസ് ആയി. അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ 10ൽ കൂടുതൽ, അതായത് 11ാമത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് നേരെ എം ഷെല്ലിലേക്ക് പോകുന്നു. അവിടെ ആകെ 18 ഇലക്ട്രോൺസ് വരെ ഉൾക്കൊള്ളുന്നു. ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നു, ബോർ മാതൃക വരച്ച് അത് നമ്മൾ എഴുതുന്ന രീതി, അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1. അറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അറ്റോമിക നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ സാധിക്കും. ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1, അതായത് ഹൈഡ്രജൻ ആകെപ്പാടെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അത് ആദ്യത്തെ ഷെല്ലായ ഏത് ഷെല്ലിൽ ഉൾക്കൊള്ളും? കെയിൽ ഉൾക്കൊള്ളും. അത് നമ്മൾ എഴുതി. മറ്റ് ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ യെല്ലോ എംഒ ഷെല്ല് അവിടെ വരുന്നില്ല എന്നർത്ഥം. ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2, അതും കെയിൽ തന്നെയാണ്. ആദ്യത്തെ ഷെല്ലായ കെയിൽ ഉൾക്കൊള്ളും. കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺ വരെ കൊള്ളും. എന്നാൽ ലിഥിയം എന്നുള്ള ഒരു മൂലകം വരുന്നു. ഇതിൽ 3 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ കെയിൽ 2 ഉൾക്കൊണ്ടു. അടുത്തതായിട്ടുള്ള മൂന്നാമതുള്ള ഇലക്ട്രോൺ നേരെ എൽ ഷെല്ലിലേക്ക് പോകുന്നു. 2 ഇലക്ട്രോൺ മാത്രമേ കെയിൽ ഉൾക്കൊള്ളൂ. അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? എല്ലിലേക്ക് പോകുന്നു. ഇതേ രീതിയിലാണ് ഇലക്ട്രോൺ വിന്യാസങ്ങൾ നടക്കുന്നത്. ഓക്സിജന്റെ കാര്യം നോക്കാം. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. 8ന്ന് 2 പോയ ബാക്കി 6 ഇലക്ട്രോൺ ഇവിടെ എൽ ഷെല്ലിലാണ് വരുന്നത്. അടുത്ത സോഡിയം എലമെന്റ് നോക്കാം. സോഡിയത്തിന് കെയിൽ 2ഉം എല്ലിൽ 8ഉം, 8 2 10. എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ വരെ കൊള്ളത്തുള്ളൂ. അപ്പോൾ 11ാമത്തെ ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? എം ഷെല്ലിലേക്ക് പോകുന്നു. മെഗ്നീഷ്യം ഇവിടെയും അതുപോലെ 2 8 8 2 10, ബാക്കി എത്ര? 2 അത് നേരെ എം ഷെല്ലിലേക്ക് പോകുന്നു. ക്ലോറിൻ അറ്റോമിക നമ്പർ 17, 2 8 7. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരുന്നത്? ഇലക്ട്രോൺ വിന്യാസം. ഇതിനെ സാധാരണ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ കോമൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇതാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വർഷം എത്തുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണ ഇലക്ട്രോൺ വിന്യാസം അല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ്. അപ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് സബ്ഷെൽ? ഷെല്ലുകൾക്കുള്ളിലെ ഷെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. അതായത് ഷെല്ലുകൾ എന്ന് വെച്ചാൽ ഊർജ നിലകൾ, ഉപ ഊർജ നിലകളാണ് സബ്ഷെല്ലുകൾ. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണുകൾ നിറയുന്നത് ഷെല്ലുകൾക്കുള്ളിലെ ഷെല്ലുകളായ സബ്ഷെല്ലുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് സബ്ഷെല്ലുകളെ കുറിച്ചും സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചുമാണ്. ഓക്കെ, സബ്ഷെല്ലുകൾ മെയിൻ ഷെല്ലുകൾക്ക് പേരുള്ളത് പോലെ തന്നെ സബ്ഷെല്ലുകൾക്കും പേരുണ്ട്. ഒന്നാമത്തെ സബ്ഷെൽ എസ്, അടുത്തത് പി, ഡി, എഫ് എന്നിങ്ങനെയാണ് സബ്ഷെല്ലുകളുടെ പേരുകൾ. ഞാൻ പറഞ്ഞു ഷെല്ലുകൾക്കുള്ളിലെ ഷെല്ലുകളാണ് എന്തെന്ന് പറഞ്ഞത്? സബ്ഷെല്ലുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഷെല്ലിനുള്ളിലും സബ്ഷെല്ലുകൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ഷെല്ലുകളിൽ ഇലക്ട്രോണിന് പരിധി ഉള്ളതുപോലെ സബ്ഷെല്ലുകളിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിന് പരിധിയുണ്ട്. എസ് സബ്ഷെൽ എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളത്തുള്ളൂ. പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും. ഡിയിൽ 10ഉം എഫിൽ 14 വരെയും ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്? ഷെല്ലുകൾക്കുള്ളിലെ സബ്ഷെല്ലുകളിലാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകൾ ഫില്ല് ആവുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ്ഷെല്ലുകളാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെൽ. കെ ഷെല്ലിൽ ആകെ ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ, 1s. എന്തുകൊണ്ട് നമ്മളിവിടെ 1s എന്ന് കൊടുത്തു? ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെൽ, അവിടുത്തെ എസ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 1s എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളുണ്ട്, എസും പിയും. രണ്ടാമത്തെ ഷെല്ല് എൽ ആയതുകൊണ്ട് അവിടുത്തെ എസിനെ 2s എന്നും പിയെ 2p എന്നും പറയുന്നു. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകളാണ് ഉള്ളത്, 3s 3p 3d. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകൾ, 4s 4p 4d 4f എന്നിങ്ങനെയാണ് സബ്ഷെല്ലുകൾ വരുന്നത്. അപ്പോൾ ഓരോന്നിലും എത്ര സബ്ഷെൽ ഉണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് ചെറിയ ഒരു എളുപ്പമാണിത്. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെൽ, ഏതാണ്? 1s. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെൽ, ഏതൊക്കെ? 2s 2p. മൂന്നാമത്തതിൽ 3 സബ്ഷെൽ, 3s 3p 3d. നാലാമത്തതിൽ 4 സബ്ഷെൽ, 4s 4p 4d 4f.
ഇനി എസിൽ 2 ഇലക്ട്രോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. കെയിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസും എത്ര തന്നെയാണ്? 2 എണ്ണം തന്നെയാണ്. അപ്പൊ കെയിലുള്ള ഒരേ ഒരു സബ്ഷെൽ 1s, എസിൽ 2 എണ്ണം 1sൽ 2 ഇലക്ട്രോണേ കൊള്ളൂ. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഇലക്ട്രോണുകൾ എഴുതുന്നത് എല്ലാത്തിന്റെയും സബ്ഷെല്ലിന്റെ വലതുവശത്ത് മുകളിലായിട്ടാണ് നമ്മൾ ഇലക്ട്രോണുകൾ എഴുതുന്നത്. എൽ ഷെല്ല് 2 സബ് ഷെല്ലുകളുണ്ട്, 2s 2p. എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2s എസിൽ എത്ര എണ്ണേ കൊള്ളത്തുള്ളൂ? 2 ഇലക്ട്രോണേ ഉൾക്കൊള്ളൂ, 2 എണ്ണം. 8ന്ന് 2 പോയാൽ ബാക്കി എത്ര? 6. 2pയിൽ 6 ഇലക്ട്രോൺ. എമ്മിൽ 3 സബ് ഷെല്ലുകളുണ്ട്. 3sൽ എസ് സബ് ഷെല്ലാണ് 2 എണ്ണം, പിയിൽ മാക്സിമം 6 എണ്ണം, 6ഉം 2ഉം 8 ആയി. എമ്മിൽ മാക്സിമം 18 ഇലക്ട്രോൺ. അങ്ങനെയെങ്കിൽ ഡിയിൽ കൃത്യമായിട്ടും ഇനി എത്രയേ വരത്തുള്ളൂ? 10 ഇലക്ട്രോണേ വരത്തുള്ളൂ. എന്നിൽ 4s 2, പിയിൽ 6, ഡിയിൽ നമ്മൾ കണ്ടു 10. എഫിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളും? 14 എണ്ണം വരെ. എന്നിൽ മാക്സിമം 32 ഇലക്ട്രോൺ. ഇപ്പൊ എത്ര ആയെന്ന് നോക്കിയേ? 6ഉം 2ഉം 8ഉം 10ഉം 18 ഇലക്ട്രോൺസ് ആയി. 32 18 മൈനസ് ചെയ്ത് നോക്കൂ. എഫിൽ കിട്ടുന്നത് 14 ഇലക്ട്രോൺ കൃത്യം. ഓക്കെ, ഈ രീതിയിലാണ് ഇലക്ട്രോൺസുകൾ വരുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സാധാരണ ഇലക്ട്രോൺ കോൺഫിഗറേഷനെ കുറിച്ച് പറഞ്ഞു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുക. ബാക്കി ക്ലാസ് പുറകെ വരും.